കത്താലി ഭാഗം 5. രാത്രി മുഴുവൻ സച്ചു മനുവിനെ കാത്തിരുന്നെങ്കിലും അവൻ വന്നില്ല. അവൻ അണിയിച്ച താലി അവൾ ഉയർത്തി നോക്കി. ചുണ്ടുകളാലാവുന്നവയെ പുണർന്നു. ആഗ്രഹിക്കാതെ വിവാഹമായിരുന്നു. പക്ഷേ ഈ താലി കഴുത്തിൽ വീണ ശേഷം ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു ജീവിതം. മനുവിൻ്റെ സൗമ്യമായ പെരുമാറ്റവും ഇവിടത്തെ അമ്മയുടെയും അച്ഛൻ്റെയും കരുതലുമൊക്കെ ഈ ജീവിതം എന്നും വേണമെന്ന് ആഗ്രഹിപ്പിക്കുന്നു. അവളുടെ മനസ്സ് വൈകുന്നേരം നടന്ന കാര്യങ്ങളിലേക്ക് കടന്നു. ഡോറ് ലോക്ക് ചെയ്ത് തന്നെയായിരുന്നു കുളിക്കാൻ പോയത്. കുളിച്ചു കഴിഞ്ഞ് ടവൽ എടുത്തപ്പോൾ അറിയാതെ കൈ തട്ടി മാറിയിടാനുള്ള വസ്ത്രങ്ങൾ വെള്ളത്തിൽ വീണു നനഞ്ഞു. ആരും വരില്ലെന്ന ധൈര്യത്തിലാണ് ബാട്ടവൽ ഉടുത്ത് റൂമിലേക്ക് പോയത്. പക്ഷേ മനു വന്നപ്പോൾ ലോക്ക് ചെയ്ത ഡോർ പിന്നെ എങ്ങനെ തുറന്നു വന്നു? ലോക്കായിരുന്നില്ലേ അത്? അവൻ്റെ പെട്ടെന്നുള്ള വരവും ആ സാമീപ്യവും ശരിക്കും ഉള്ളിലൊരു വിറയൽ പടർത്തിയിരുന്നു. അവൻ തന്നോട് ചേർന്ന് നിന്ന ഓരോ നിമിഷവും മനസ്സിൽ അവൻ അലിഞ്ഞു പോയിരുന്നു. എൻ്റേതാണെന്ന് ഹൃദയം മന്ത്രിക്കും പോലെ. എത്ര പെട്ടെന്ന് ഒരാളിലേക്ക് മനസ്സ് ചായുമോ? ഇത് ആകർഷണം മാത്രമാണോ? ഓരോ നിമിഷവും അവനോടുള്ള ഇഷ്ടം കൂടി വരുവാണ്. പക്ഷേ മനുവിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് വേറൊരുവളെയല്ലേ? അതിനിടയിൽ കയറിയത് ഞാനല്ലേ? പരസ്പരം ആഗ്രഹിക്കുന്നവരല്ലേ ഒന്ന് ചേരേണ്ടത്? അല്ലേ? അല്ല, ഞങ്ങൾ തന്നെയല്ലേ ചേരേണ്ടത്? അതുകൊണ്ടായിരിക്കില്ലേ വിധിയാലെ ഈ നിയോഗം ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നത്? ഒരു പിടി ചോദ്യങ്ങളാലും മറുചോദ്യങ്ങളാലും അവളുടെ മനസ്സ് കലുഷിതമായി. ഉറക്കം വരാതെ രാത്രി മുഴുവൻ കിടന്നവൾ. മനുവും അതേ അവസ്ഥയിലായിരുന്നു. അവൻ്റെ ചിന്തകളും സച്ചുവിനെ കുറിച്ച് തന്നെ. അവളോടൊരിഷ്ടമുണ്ട്, പരിഗണനയുണ്ട്. പക്ഷെ പ്രണയം അത് മൈഥിലിയോട് മാത്രം. ഭാര്യയായി ആഗ്രഹിച്ച മുഖം അത് തന്നെ. ഒരിക്കലും അത്തരം വികാരങ്ങളൊന്നും തന്നെ സൗപർണികയോട് തോന്നിയിട്ടില്ല. എന്നിട്ടും ഇന്ന് താൻ ഇത്ര മോശമായാണ് പെരുമാറിയത്. പെണ്ണുടൽ കാണുമ്പോൾ കാമം കയറുന്ന കാട്ടാളനായി മാറിയോ ഞാൻ? ആ സമയം ഞാൻ വേറെ ആരോ ആയി മാറിയ പോലെ. സൗപർണികയ്ക്കിപ്പോൾ എന്നെ ഭയമായിരിക്കും, വെറുപ്പായിരിക്കും എന്നെ ഓർക്കുമ്പോൾ തന്നെ. 2 ദിവസം പോലും സുരക്ഷിതമായി സംരക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഇനി എങ്ങനെ ആ മുഖത്ത് നോക്കും? അവളിലെ പെണ്ണിനെ അപമാനിച്ചില്ലേ ഞാൻ? അവളെ തഴുകി വിരലുകൾ മുറിച്ചു കളയാൻ തോന്നുന്നു. താലി കെട്ടി എന്ന ഒരു ബന്ധം വെച്ച് അവളുടെ ഉടലിൽ ആധിപത്യം നേടാൻ ശ്രമിച്ച ശരീരത്തെ കത്തിച്ചാമ്പലാക്കാൻ തോന്നുന്നു. സ്വന്തം കൈകളാൽ മനു അവനെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു ക്ഷാമ. പുറകിലൂടെ പോയി ചേർത്ത് പിടിച്ച് ആ കവിളിലൊരു മുത്തം വെച്ചു. തിരിഞ്ഞു നിന്ന് അവളെ നോക്കിയ ഉഷയുടെ കണ്ണുകൾ ചുവന്ന് വിങ്ങിയിരുന്നു. എന്തു പറ്റി? കണ്ണൊക്കെ എന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? കരഞ്ഞോ അമ്മ? ആ മുഖം കാണുമ്പോൾ സച്ചുവിൽ ആദി നിറഞ്ഞു. ഒന്നുമില്ലടാ, എൻ്റെ മോളിന്ന് പോകുമല്ലേ, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കൂട്ട് തന്ന് കൊതിപ്പിച്ചിട്ട് വീണ്ടും തിരിച്ചെടുക്കുമല്ലേ ദേവി, ഉഷ വിതുമ്പി. അയ്യേ, ഇതിനാണോ കരയുന്നേ? ഞാൻ ഹോളിഡേയ്സിലൊക്കെ ഓടി വരൂലേ എൻ്റെ പൊന്നമ്മയെ കാണാൻ? ഇതൊരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ കരഞ്ഞു നിലവിളിച്ച് അയ്യേ അയ്യയ്യേ. കളിയാക്കൽ കേട്ടപ്പോൾ ഉഷയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി വിരിഞ്ഞു. അമ്മയെ കാണാൻ ഉറപ്പായും വരൂലേ നീ? വാക്കല്ലേ? അവൾക്ക് നേരെ ഉഷ കൈ നീട്ടുമ്പോൾ ആ കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന പ്രതീക്ഷയിൽ സച്ചു ഒന്ന് പകച്ചു. ആ കൈകളിൽ തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു അവൾ. ഉറപ്പായും വരും. ഇനി ഞാൻ വന്നില്ലേ അമ്മ അങ്ങോട്ടേക്ക് പോരെ എന്നെ കാണാൻ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമാണ് മനു എത്തിയത്. നിങ്ങൾ കഴിച്ചോ, ഞാൻ ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് ആരെയും നോക്കാതെ അവൻ മുകളിലേക്ക് പോയി. സച്ചു പോകുന്നതിൻ്റെ വിഷമം ശിവശങ്കരനും ഉണ്ടായിരുന്നു. മനു സച്ചുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കയറിപ്പോയതും അയാൾ ശ്രദ്ധിച്ചു. എല്ലാം ഒന്ന് കഴിഞ്ഞ ശേഷം മോൾക്ക് ഇവിടെയോ എറണാകുളത്തോ നമുക്കൊരു മാറ്റം നോക്കാം. കുറച്ച് ദിവസം വീട്ടിലൊക്കെ നിന്ന ശേഷം മോൾ ഞങ്ങളിങ്ങ് കൊണ്ടുവരൂ കേട്ടോ മോളെ. അക്കരെ ഇക്കരെ നിന്നാൽ നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പമുണ്ടാവില്ല. ഞങ്ങൾക്ക് മോനും മരുമോളും ഒക്കെ വേണം ഇനി, അല്ലേ ഉഷേ? അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിൽ നിറയെ ഇപ്പോൾ ഞാനും മനുവുമേ ഉള്ളൂ. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അത് വ്യക്തമാണ്. ഞങ്ങളെ ഒരുമിച്ച് കാണാൻ അവർ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുമോ എന്ന് പോലും അറിയാതെ ഞാനും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ കഴിച്ചെഴുന്നേറ്റ ശേഷമാണ് മനു കഴിക്കാൻ വന്നത്. അമ്മേ, ചായ കൊണ്ടുവാ.
ഹാളിൽ നിന്ന് അമ്മയെ വിളിക്കുന്നത് കേട്ടു. അത് ശ്രദ്ധിക്കാതെ പാത്രങ്ങൾ കഴുകുമ്പോഴാണ് അമ്മ ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ പറയുന്നത്. എന്നെ കാണുമ്പോൾ തന്നെ അവനിൽ അസ്വസ്ഥത നിറയുമെന്നറിയാമായിരുന്നുവെങ്കിലും അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാൻ തോന്നിയില്ല. ചായ ഒന്ന് ചൂടാക്കി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അതുമായി ഡൈനിങ് ഹാളിലേക്ക് പോയി. ആള് മൊബൈൽ തോണ്ടി കളിക്കുക. തല ഒന്ന് ഉയർത്തുന്നത് പോലുമില്ല. ചായ അടുത്ത് വെച്ച് പ്ലേറ്റ് എടുത്ത് 3 ഇഡ്ഡലി വെച്ചു. 4ാമത്തെ വെക്കാൻ ഒരുങ്ങുമ്പോൾ കയ്യിൽ തട്ടിയ സ്പർശനത്തിൽ ഒന്ന് ഞെട്ടി സച്ചു. ഇനി വേണ്ട, 3 കഴിക്കൂന്ന് അമ്മയ്ക്കറിയില്ലേ? കയ്യിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് തലയുയർത്തി നോക്കിയപ്പോഴാണ് മനു ആളെ കണ്ട്. ഓ ഷിറ്റ്! പെട്ടെന്ന് തന്നെ കൈ വിട്ട് നെറ്റിയിലേക്ക് അടിച്ചവൻ. വീണ്ടും വീണ്ടും ആവർത്തിക്കുവാണല്ലോ. ഐ ആം സോറി സൗപർണിക, ഞാൻ അമ്മയാണെന്ന് കരുതി. സത്യമായും ഇയാളെ ഞാൻ കണ്ടിരുന്നില്ല. അവൻ്റെ വാക്കുകളിൽ പേടിയും കുറ്റബോധവും സച്ചുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. സാരില്ല, അറിയാതെ പറ്റിയതല്ലേ രണ്ടും. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, വിഷമിക്കണ്ടാട്ടോ. സാമ്പാർ വിളമ്പിക്കൊണ്ട് അത് പറഞ്ഞ് വേഗത്തിൽ തിരിഞ്ഞു നടന്നു അവൾ. അവളുടെ വാക്കുകളിൽ പകച്ചുകൊണ്ട് മനു തിരിഞ്ഞു നോക്കി. ഇത്ര വേഗം അവൾക്ക് ക്ഷമിക്കാൻ പറ്റിയോ? അതോ എന്നെ സമാധാനിപ്പിച്ചതാണോ? ഒരു പെൺകുട്ടിക്ക് ക്ഷമിക്കാൻ പാകത്തുള്ള കാര്യങ്ങൾ അല്ല താൻ ഇന്നലെ ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് അവൾ എങ്ങനെ പറഞ്ഞു? അവളെ സ്പർശിക്കുമ്പോഴൊക്കെ താളം തെറ്റിമിടിക്കുന്ന ഹൃദയത്തെ അവൻ പഴിച്ചുകൊണ്ടിരുന്നു. 2 ദിവസമായി ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തവയാണ്. ഒരു നിമിഷം ഇതിനൊക്കെ കാരണക്കാരായ വിവേകിനെയും ദീപികയും നല്ലപോലെ സ്മരിച്ചവൻ. പൂജയുടെ അവസാന ദിവസമായ ഇന്ന് മനുവിനെയും സച്ചുവിനെയും ചേർത്ത് നിർത്തിയാണ് ദാമ്പത്യ പൂജ. ഇത് കഴിഞ്ഞ് 41 ദിവസത്തെ യാഗമുണ്ട്. അതിൽ തറവാട്ട് കാരണവന്മാർ പങ്കെടുത്താൽ മതി. അവസാന ദിവസം സൗപർണികയുടെ സാന്നിധ്യം വേണം അവിടെ. പൂജയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോഴും അകലം പാലിക്കുന്നവരെ കണ്ട് വസുദേവൻ നമ്പൂതിരിയുടെ നെറ്റി ചുളിഞ്ഞു. അദ്ദേഹം കണ്ണുകൾ ചേർത്തടച്ചു. എല്ലാം അറിയുന്ന അദ്ദേഹം അവർക്കുള്ളിലെ സംഘർഷവും തിരിച്ചറിഞ്ഞു. അദ്ദേഹം 2 പേരെയും അടുത്തിരുത്തി മനുവിൻ്റെ കൈക്കുള്ളിൽ സച്ചുവിൻ്റെ കൈവച്ച് പൂജാദ്രവ്യങ്ങൾ ഹോമകുണ്ടത്തിൽ അർപ്പിക്കാൻ നിർദ്ദേശം നൽകി. തൻ്റെ കൈക്കുള്ളിലിരിക്കുന്ന സച്ചുവിൻ്റെ കൈയുടെ തണുപ്പും വിറയലും മനു അറിയുന്നുണ്ടായിരുന്നു. അവളെ സ്പർശിക്കുമ്പോഴൊക്കെ അവളിലേക്ക് ചായുന്ന ഹൃദയം അവനെ ഭയം സൃഷ്ടിച്ചു. പൂജയുടെ അവസാനം വസുദേവൻ നമ്പൂതിരി ഒരു ചെപ്പിൽ കുങ്കുമം സച്ചുവിന് നൽകി. അതിൽ അല്പമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്താൻ മനുവിനോട് ആവശ്യപ്പെട്ടു. അവളുടെ സീമന്തരേഖയിൽ വിരലുകളാൽ കുങ്കുമം ചാർത്തുമ്പോൾ മനുവിൻ്റെ കൈകൾ വിറച്ചു. കണ്ണടച്ച് കൈകൾ കൂപ്പി അത് സ്വീകരിക്കുന്നവളെ ഒരു നോക്ക് കണ്ണമ്മ ചിമ്മാതെ നോക്കി നിന്നു പോയി മനു. കുങ്കുമം അവളിൽ ഒരു പ്രത്യേക ഭംഗി വിരിച്ചു. ആ ഭംഗി അവൻ്റെ ചുണ്ടിൽ ഒരു നറുപുഞ്ചിരിയായി വിരിഞ്ഞു. 2 പേരും അനുഗ്രഹത്തിനായി നമ്പൂതിരിപ്പാടിൻ്റെ കാലിൽ നമസ്കരിച്ചു. 2 കൈകളാൽ 2 പേരെയും ഉയർത്തി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മെല്ലെ മനുവിൻ്റെ കവിളിൽ തലോടി. ഇന്നലെ സംഭവിച്ചതിനെ ഓർത്ത് ഈ മനസ്സ് ഇങ്ങനെ നീറ്റരുത്. പൂജ മുടക്കാനുള്ള അഹല്യയുടെ ഒരു തന്ത്രം മാത്രമായിരുന്നു അത്. വിവേകും ദീപികയും തോറ്റിടത്ത് നിങ്ങൾ വിജയിച്ചു. ഇന്നലെ സംഭവിച്ചതിൽ നിങ്ങളിൽ യാതൊരു തെറ്റുമില്ല. ആ മായാക്കാഴ്ചയിൽ അകപ്പെട്ടു പോയതാണ് നിങ്ങൾ. അതുകൊണ്ട് ഇനി അതോർത്ത് വിഷമിക്കരുത്. ദൈവം കൂട്ടിച്ചേർത്തതാണ് നിങ്ങളെ. മനുഷ്യർക്ക് വേർപ്പെടുത്താനുള്ള അവകാശമില്ല. ഒരുമിച്ച് എന്നും ഉണ്ടാവട്ടെ. വസുദേവൻ നമ്പൂതിരിയുടെ വാക്കുകൾ മനുവിൽ ആശ്വാസം നിറച്ചു. നെഞ്ചിൽ കെട്ടിനിന്ന വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകൾ അവൻ ശ്രദ്ധിച്ചതേയില്ല. മനസ്സു മുഴുവൻ ഇന്നലെ നടന്ന കാര്യങ്ങളിൽ ചുറ്റി നിൽക്കുമായിരുന്നു. സമയം സന്ധ്യയായപ്പോൾ സച്ചുവിൻ്റെ വീട്ടുകാർ തിരിച്ചു പോകാനൊരുങ്ങി. അരവിന്ദനും കനകയും വിച്ചുവും ഉഷയോടും ശിവശങ്കരനോടും മനുവിനോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. സച്ചു ഉഷയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞപ്പോൾ ഉഷ പൊട്ടിക്കരഞ്ഞുപോയി. സച്ചുവിലും അത് കണ്ണുനീർ പടർത്തി. ശിവശങ്കരനോടും യാത്ര പറഞ്ഞ് അവൾ മനുവിലേക്കെത്തി. മനുവിൻ്റെ 2 കൈകളും ചേർത്ത് പിടിച്ച് അവളുടെ കൈക്കുള്ളിൽ പൊതിഞ്ഞു. ഒന്നുകൊണ്ടും വിഷമിക്കരുത്.
എന്ത് തന്നെയായാലും ഞാൻ കൂടെ തന്നെയുണ്ട്. എനിക്ക് ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ല. ഞാൻ പൊയ്ക്കോട്ടെ. അവളുടെ കൈകളുടെ ചൂടിൽ ഒരു നിമിഷം ഹൃദയം നിലച്ച പോലെ തോന്നി അവന്. ഇനിയും ഇത് തുടർന്നാൽ ശരിയാവില്ല എന്ന് തോന്നി. ആ കൈകളിൽ നിന്ന് തൻ്റെ കൈകൾ വലിച്ചെടുത്തു അവൻ. പൊക്കോളൂ, സമാധാനത്തോടെ ആഗ്രഹങ്ങളെ എത്തിപ്പിടിക്ക്. സ്വപ്നം കണ്ട പുരുഷനെ തന്നെ ജീവിതത്തിൽ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. ഇനിയൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിലുണ്ടാവില്ല. ബാക്കി പ്രോസസ്സൊക്കെ സമയമാകുമ്പോൾ ഞാൻ ചെയ്തോളാം. എല്ലാത്തിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് കാറിലിരുത്തി അവൻ. അവനിൽ നിന്നകലുമ്പോൾ ഒരു തുള്ളി അവളുടെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണു. വണ്ടി അകന്നു പോകുമ്പോൾ എന്തിനോ ഇരു ഹൃദയവും വല്ലാതെ വേദനിച്ചു. നിർത്താതെയുള്ള കോളിംഗ് ബെൽ കേട്ട് മനു കണ്ണുകൾ വലിച്ചു തുറന്നു. തുറക്കും തോറും അടഞ്ഞു പോകുന്ന കൺപോളകളെ പണിപ്പെട്ട് തടഞ്ഞു നിർത്തി അവൻ. ഹാളിലാണ് കിടക്കുന്നത്. ടീപ്പോയിൽ കിടന്ന ഫോൺ എടുത്തു നോക്കി. സ്വിച്ച് ഓഫ്. ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 5 മണി. എഴുന്നേറ്റ് പോയി വാഷ് ബേസിൻ പൈപ്പ് ഓൺ ചെയ്ത് മുഖം കഴുകി. ഇന്നലത്തെ കെട്ട് വിട്ടിട്ടില്ല. ചുറ്റുമൊന്നു നോക്കി. കുപ്പിയും ടച്ചിങ്സും ഒക്കെ അവിടെയായി ചിതറിക്കിടക്കുന്നു. അവന്മാരെ ഒന്നും കാണാനുമില്ലല്ലോ. എപ്പോൾ എഴുന്നേറ്റ് പോയോ എന്തോ. ഒരാഴ്ചയായി ആഘോഷമായിരുന്നു. 4 പേരുമൊത്ത് ഒരു ഗോവൻ ട്രിപ്പ്. കുടിച്ചും കറങ്ങിയും ആർമാദിച്ചു. ഇന്നലെ നൈറ്റ് ഫ്ലാറ്റിൽ തിരിച്ചെത്തി. അതിൻ്റെ ബാക്കി പൂരം ഇവിടെയും തീർത്തു. അവന്മാർ എപ്പോൾ പോയെന്ന് പോലും ഓർമ്മയില്ല. അത്രയ്ക്ക് വീശായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം പിന്നെയും കേട്ടപ്പോൾ ഡോർ തുറക്കാനായി മനു മുൻപോട്ട് നടന്നു. നടത്തത്തിൽ ഒരു കുഴച്ചിലുണ്ട്. തല പൊള്ളിയും പോലെ. ഒരു കൈയാൽ തല അമർത്തി മനു മുൻപോട്ട് നടന്നു. പുറത്തുള്ളവരോടുള്ള ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം വെലിഞ്ഞു മുറുകിയിരുന്നു. അവന്മാരായിരിക്കും ആരെ കെട്ടിക്കാണാനോ ഇത്രയും രാവിലെ തിരികെ വന്നത്. ഉറക്കം മുറിഞ്ഞ മുഷിച്ചലിൽ പിറുപിറുത്തു കൊണ്ടവൻ ഡോർ ഓപ്പൺ ചെയ്തു. മുൻപിൽ നിൽക്കുന്നവരെ കണ്ടപ്പോൾ കുടിച്ച മൊത്തം ഒരു നിമിഷം കൊണ്ട് ആവിയായിപ്പോയി. കണ്ണുകൾ മിഴിഞ്ഞുപോയി. അച്ഛനെന്താ ഇവിടെ? ഉമിനീരിറക്കി മനു. എന്തേ, എനിക്കിവിടെ വന്നൂടെ? ഇത് എപ്പോഴും എൻ്റെ ഫ്ലാറ്റാണ്. അത് ഓർമ്മയിൽ നിന്നാ നല്ലത്. താക്കീതോടെ പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ അവനെ തള്ളി മാറ്റി ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറുമ്പോൾ കണ്ട ഹാളിൻ്റെ കോലം അയാളിൽ അമർഷം നിറച്ചു. അച്ഛനെ തിരിഞ്ഞു നോക്കി മുൻപോട്ട് നോക്കിയ മനു പുറകെ കയറി വരുന്നവരെ കണ്ട് അന്താളിച്ചുപോയി. അമ്മയും പുറകിൽ അവളും. അവളെന്ന് പറഞ്ഞാൽ ഞാൻ 6 മാസം മുൻപ് താലി കെട്ടിയ എൻ്റെ ഭാര്യ സൗപർണിക. മിഴിച്ചു നിൽക്കുന്ന മനുവിനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. മറവിൽ തള്ളിയ രൂപം വീണ്ടും മിഴിവോടെ മുൻപിൽ വന്ന് നിൽക്കുന്നു. പണ്ടത്തെ പോലെയല്ല, രൂപത്തിലൊക്കെ ഒരു മാറ്റം. മുഖം ഒന്നുകൂടെ തുടുത്തിട്ടുണ്ട്. ഇരുനിറമാണെങ്കിലും വല്ലാത്തൊരു തിളക്കം. നെറ്റിയിൽ ചെറുതായി സിന്ദൂരമുണ്ട്. മോഡേൺ വേഷമാണ്. നാടനെ പോലെ തന്നെ മോഡേണും അവൾക്ക് ചേരുന്നുണ്ട്. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ അവൻ കണ്ണുകൾ എടുക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചിൽ വല്ലാത്തൊരു തണുപ്പ് പൊതിയും പോലെ. ഉഷ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണ് അവളിൽ നിന്നും നോട്ടം പിൻവലിച്ചത്. എത്ര നാളായട നിന്നെ ഒന്ന് കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ ഇറങ്ങിപ്പോയതാ നീ. പിന്നെ ഞങ്ങളെയോ മോളെയോ ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. എപ്പോൾ വിളിച്ചാലും അവനൊരു തിരക്ക്. ഈ അമ്മയെ വേണ്ടാതായോ നിനക്ക്? കണ്ണീരോടെയുള്ള അമ്മയുടെ വാക്കുകൾ മനുവിലും സങ്കടമുളവാക്കി. ഓഫീസിൽ കുറച്ച് തിരക്കായതുകൊണ്ടാ അമ്മേ. ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയായി ഞാൻ. പിന്നെ ഒരിക്കൽ ഞാൻ ഇവളുടെ വീട്ടിൽ പോയിരുന്നു. അന്ന് അവിടെ ഇല്ലാതിരുന്നത് എൻ്റെ തെറ്റല്ല. പോയ കഥയൊന്നും നീ പറയണ്ട. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിപ്പോയതല്ലേടാ നീ. അതും അവിടെ ആരുമില്ലാതെ നേരം നോക്കി. ഇനി പോയോ എന്ന് തന്നെ ആർക്കറിയാം. നീ പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. പിന്നെ നിന്റെ തിരക്ക് അത് കൂടിയത് കൊണ്ടാവുമല്ലേ നീ കൃത്യമായി ഓഫീസിൽ പോലും പോകാത്തത്. അമ്മയെ പറഞ്ഞ് പറ്റിക്കും പോലെ എന്നെ വിഡ്ഢിയാക്കാമെന്ന് വിചാരിക്കണ്ട. കൃഷ്ണൻ പറഞ്ഞല്ലോ, നീ കുറേ നാളായി കൃത്യമായി ഓഫീസിൽ പോകുന്നില്ലെന്ന്. വല്ലപ്പോഴും പോകും. അത് തന്നെ ഏറി വന്നാൽ 2 മണിക്കൂർ ഇരിക്കും. അതിന് മാത്രം ഇവിടെ നിനക്ക് വേറെ എന്താ പരിപാടി? ഞങ്ങൾ 2 ദിവസമായി നിന്നെ നിരന്തരം വിളിക്കുന്നു. ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് നീ എവിടെ പെറ്റ് കിടക്കുകയായിരുന്നടാ. ഇന്നലെ രാവിലെ ഫ്ലാറ്റിൽ വന്ന് നോക്കുമ്പോൾ ഇത് പൂട്ടിക്കിടക്കുന്നു. ഒരാഴ്ചയായി നീ ഇവിടെ ഇല്ലെന്ന് സെക്യൂരിറ്റി പറഞ്ഞു. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വാക്ക് പറയാൻ നീ ഇതുവരെ പഠിച്ചിട്ടില്ലേ? നീ രാത്രി എത്തിയത് പോലും സെക്യൂരിറ്റി പറഞ്ഞറിഞ്ഞ്.
സ്വന്തമായി വീടുണ്ടായിട്ടും ഞങ്ങൾ ഇന്നലെ ഹോട്ടലിലാണ് കിടന്നത്, അതും സച്ചുവിനെയും കൊണ്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ. ശിവശങ്കരൻ്റെ വാക്കുകളിൽ അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ അമർഷം കൂടി കലർന്നിരുന്നു. മറുത്തൊന്നും പറയാനാകാതെ മനു തലകുനിച്ചു. ആ നിൽപ്പ് അയാളിൽ അല്പം സങ്കടം നിറച്ചെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. ഓഫീസ് കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇതുവരെ എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നത്. നീ എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ത് കമ്മിറ്റ്മെൻറ്റ്സ് ആയാലും ഉടനെ അത് തീർത്ത് കൃത്യമായി വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളണം കേട്ടോ നീ. അച്ഛനെ നോക്കി തല കുലുക്കി മനു. ഞാൻ ചെയ്തോളാം അച്ഛ, എനിക്ക് കുറച്ച് ദിവസം കൂടി സമയം തരണം, അപ്പോഴേക്കും ഞാൻ ഫ്രീ ആകും. പിന്നെ ഓഫീസിൽ ഫുൾ ടൈം വർക്ക് ചെയ്തോളാം. ഇപ്പോഴും ഞാൻ ഡെയിലി മോർണിംഗ് ഓർ ഈവനിങ് പോയി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു തെറ്റും ഉണ്ടാവില്ല. ഐ എം സോറി അച്ഛ, നിങ്ങൾ വരുന്നത് ഞാൻ അറിഞ്ഞില്ല. അറിയുമായിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടും പോവില്ലായിരുന്നു. അവസാനമായപ്പോഴേക്കും മനു ഇടറിപ്പോയി. എത്ര ബോൾഡ് എന്ന് പറഞ്ഞാലും അവൻ അച്ഛനും അമ്മയ്ക്കും മുൻപിൽ എന്നും കൊച്ചു കുഞ്ഞായിരുന്നു. ഉഷ വേഗം അവനെ ചേർത്ത് പിടിച്ചു. പോട്ടെ, സാരില്ല, അച്ഛൻ ആ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, അത് വിട്ടേക്ക്. എൻ്റെ മോനിങ് വാ, ഇവിടെ ഇരിക്കേ. അമ്മയുടെ കൈ പിടിച്ച് സോഫയിലിരിക്കുമ്പോൾ കണ്ടിരുന്നു അച്ഛൻ്റെ അടുത്ത് ഇതൊക്കെ നോക്കി അന്തം വിട്ട് നിൽക്കുന്ന സൗപർണികയെ. മനു, മോൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫറായി, ഇന്ന് ജോയിൻ ചെയ്യണം. മോളെ ഇവിടെ ആക്കാനാണ് ഞങ്ങൾ വന്നത്. എന്തായാലും മേലെപ്പാട്ട് ദേവി കൂടെ തന്നെയുണ്ട്, അതല്ലേ വീണ്ടും രണ്ടാളും ഒരു കുടക്കീഴിൽ വന്നേ. ഇനി പരസ്പരം മനസ്സിലാക്കി താങ്ങായി രണ്ടുപേരും എന്നും കൂടെ ഉണ്ടാകണം കേട്ടോ. തലയിൽ തഴുകിക്കൊണ്ട് ഉഷ പറയുമ്പോൾ മനു ഒന്ന് ഞെട്ടി. സൗപർണികയെ നോക്കുമ്പോൾ അവളും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവനിൽ വിരിയുന്ന ഭാവം അറിയാനെന്ന പോലെ. മോള് ചെന്ന് ഫ്രഷ് ആകൂ, അതാ സച്ചുവിൻ്റെ റൂം. അവളുടെ ബാഗ് കയ്യിൽ കൊടുത്ത് എൻ്റെ റൂമും കാണിച്ചു കൊടുത്തു അമ്മ. അച്ഛനും അമ്മയും എല്ലാം പ്ലാൻ ചെയ്തുള്ള വരവാണെന്ന് അതോടെ മനുവിന് മനസ്സിലായി. 2 ബെഡ്റൂമുള്ള ഫ്ലാറ്റായിരുന്നു അത്. മനുവിൻ്റെ റൂമിലേക്ക് സച്ചുവിനെ പറഞ്ഞയച്ച ശേഷം ശിവശങ്കരനും ഉഷയും 2ാമത്തെ റൂമിലേക്ക് കയറിപ്പോയി. സോഫയിലിരുന്ന മനുവിന് ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു നിശ്ചയവുമില്ലാതായി. അവളെ കാണുവാനുള്ള മടി കൊണ്ടാണ് യാഗത്തിൻ്റെ അവസാന ദിവസം പോലും തിരക്കാണെന്ന് പറഞ്ഞു പോകാതിരുന്നത്. വീട്ടിലേക്ക് പോയില്ലെങ്കിലും അറിയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും അവളെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നതും മിക്ക വീക്കെൻഡ്സിലും അവൾ വീട്ടിലേക്ക് വരുന്നതും. അവളെ ഫേസ് ചെയ്യുന്നതോർത്താണ് അങ്ങോട്ട് പോകാതിരുന്നത്. അവളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാണ് അന്ന് വീടിൻ്റെ പടിയിറങ്ങിയത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് 2ാം നാൾ നടന്ന സംഭവം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവളിലേക്ക് മനസ്സിനെ പലപ്പോഴും ആ നിമിഷങ്ങൾ അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവളുടെ ശരീരത്തിൻ്റെ ചൂടും മാറിടങ്ങളുടെ മാർദ്ദവവും തൻ്റെ കൈകളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ആ ഗന്ധത്തിൽ അടിമപ്പെടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അവളെ കാണാൻ മനസ്സ് തുടിച്ചിട്ടുണ്ട്. അകലാൻ നോക്കുമ്പോഴൊക്കെ അരികിലേക്ക് വലിച്ചടിപ്പിക്കുന്ന എന്തോ ഒന്ന് അവളിലുണ്ട്. പ്രണയമാണോ, കാമമാണോ, അതോ ഭാര്യ എന്ന വികാരമാണോ? അത് മാത്രം തിരിച്ചറിയാനാകുന്നില്ല. ഇപ്പോൾ അവൾ വീണ്ടും കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ മാസങ്ങളായുള്ള ശ്രമത്തിൻ്റെ ഫലമായി മറന്നു തുടങ്ങിയതെല്ലാം തെളിവോടെ പുറത്തേക്ക് വരുന്നു. ചിന്തകൾ പുകഞ്ഞു തുടങ്ങിയപ്പോൾ തലയൊന്നു കുടഞ്ഞവൻ എഴുന്നേറ്റു കിച്ചണിലേക്ക് നടന്നു. എല്ലാം ഒന്ന് നോക്കി. ഫ്രിഡ്ജിൽ ഒന്നുമില്ല. ഒരാഴ്ചയായി നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും തന്നെ വാങ്ങി വെച്ചിട്ടില്ല. താഴെ പോയി പാലും ബ്രേക്ക്ഫാസ്റ്റും വാങ്ങി വരണം. വാലറ്റ് എടുക്കാനായി മനു റൂമിലേക്ക് നടന്നു. ഡോർ തുറക്കാനായി ഹാൻഡിലിൽ പിടിച്ച കൈ പെട്ടെന്ന് തന്നെ പിൻവലിച്ചു. ഒരിക്കലുണ്ടായ അനുഭവം. ടൂ ഹോട്ട്. ഇനി ഒരിക്കൽ കൂടി താങ്ങില്ല. ഡോർ നോക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തു മനു. ഡോർ ഓപ്പൺ ചെയ്ത് തിരിഞ്ഞു നടക്കുന്ന സച്ചുവിനെ അവനൊന്ന് നോക്കി. അവനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവൾ. വേഷം മാറി മിഡിയും ടോപ്പും ഇട്ടിട്ടുണ്ടവൾ. ഇപ്പോൾ കാണാൻ കൊച്ചു കുട്ടിയെപ്പോലുണ്ട്. നോക്കുമ്പോൾ കണ്ടു പുറം തിരിഞ്ഞ് തൻ്റെ വാർഡ്രോബിൽ അവളുടെ വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നത്. ഇവളിതെന്ത് ഭാവിച്ചാണാവോ, എന്ത് ഭാവിച്ചുള്ള പുറപ്പാടാണാവോ. എന്തായാലും അച്ഛനും അമ്മയും പോയ ശേഷം സംസാരിക്കാം. അവളെ നോക്കിക്കൊണ്ട് തന്നെ വാലറ്റ് എടുത്ത് പുറത്തേക്കിറങ്ങി. അതുവരെ ശ്രദ്ധിക്കാതിരുന്ന സച്ചു അവൻ പോകുന്നതൊന്നും തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. ഒന്ന് ശ്രമിച്ചു നോക്കുക പോലും ചെയ്യാതെ നിന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ലടാ. ഈ 6 മാസം മറക്കാൻ ശ്രമിച്ചു,
പക്ഷേ ഉള്ളിൽ നിറയെ ഈ താലി മാത്രമായിരുന്നു. ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ അറിയൂ മുൻപോട്ട് പോകുമോ ഇല്ലയോ എന്ന്. ആദ്യം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. താലിയിലൊന്ന് മുത്തി മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലി തുടർന്നു അവൾ. തുടരും. എൻ്റെ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. വീണ്ടും നാളെ നമുക്ക് കാണാം.